സോറി സർ. കേട്ടോ, 2 ചായ. വീക്ക് ഭർത്താവിന് പോക്ക് ഭാര്യ. സോമ, ചേട്ടോ, ഇപ്പൊ ഇവിടെയൊക്കെ സ്ഥലത്തിന് എന്താ റേറ്റ്? ആളെ കൊല്ലുവോ? ഇപ്പൊ എവിടെയാ കൊല്ലണ റേറ്റ് ഇല്ലാത്തത്? അത് ശരിയാ. ഈ കാണുന്ന വീട് കൊടുക്കാനുള്ളതാണ്. അതെന്തോ കേസും കൂട്ടായിട്ടൊക്കെ കിടക്കുക, കൊറേ കാലായി. അതെ, ഞങ്ങളുടെ അടുത്തൊരു പാർട്ടിയുടെ ഒരു വസ്തുവിന്റെ കാര്യം പറഞ്ഞിരുന്നേ. ഹലോ, ലേറ്റ് ആയില്ലടാ, കറക്റ്റ് സമയത്തിന് എത്തി. ഏതായാലും നീ ആ സമയത്ത് വിളിച്ച് എഴുന്നേപ്പിച്ച് നന്നായി. ഏറ്റവും റിസ്ക്കുള്ള സ്ഥലത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. ഏത് സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. ആദ്യം ഒരു ഓപ്പറേഷനിൽ എന്തെല്ലാം റിസ്കുകളാണെന്നോ ഞാനീ പറഞ്ഞു തന്നില്ല അതൊക്കെ. നീ പേടിക്കൊന്നും വേണ്ട. എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ഞാൻ ഇന്നവനെ പിടിച്ചിരിക്കും. കളി കാണാണോ? സ്കോറൊന്നും അറിയണ്ട, ഉഗ്രം കളിയാണോ? സച്ചിൻ ഔട്ടായോ? യുവരാജ് സിംഗ് ഇറങ്ങിയോ? ഉഗ്രം കളിയാണോ? ബാക്കി നമുക്ക് വൈകിട്ട് പറയാം. ഓരോ നിമിഷവും ശ്രദ്ധിച്ചേ പറ്റൂ. വൈകിട്ട് ഷോപ്പിങ്ങിന് പോവാന്ന് മമ്മിയോട് പറഞ്ഞേക്ക്. നീ വെച്ചോ, ഇവിടെ ഇപ്പൊ എന്തെങ്കിലും നടക്കും. വെച്ചോ വെച്ചോ. ഓക്കെ, വി ആർ ഇൻ പൊസിഷൻ. നിങ്ങൾ ഫോളോ ചെയ്തോളൂ. എന്നെ കാണിക്കുന്നു. ഇയാളത് പാതാളത്തിൽ പോയി കിടക്കുക. അല്ല വർഗീസ് സാറേ, നമ്മുടെ ഒരു സഹപ്രവർത്തകന് നേരത്തെ പെൻഷൻ കിട്ടിയെന്ന് കേട്ടു. വെറും പെൻഷൻ അല്ലടോ, സസ്പെൻഷൻ. രണ്ടും ഒരുപോലെ തന്നെ. അതുകൊണ്ടെന്താ, ഇനി ലീവ് എടുക്കാതെ തന്നെ വീട്ടിലിരിക്കാലോ. കളിയും കാണാം, പാതി ശമ്പളവും കിട്ടും. അയ്യോ, എന്തായിരുന്നു. വയ്യാത്ത പറ്റി കയ്യാല കയറരുത്. പിള്ളേര് കളിയായിട്ട് നടക്കുന്നതിനൊക്കെ പോലീസ് പണിക്ക് ഇറങ്ങി തിരിച്ചാൽ എങ്ങനെ ശരിയാവുന്നേ? പണിയെടുക്കില്ലെങ്കിൽ എന്താ, ഡയലോഗിന് വല്ല കുറവുണ്ടോ? കേസ് അന്വേഷിച്ചില്ലെങ്കിലും പ്രതികളെ പിടിച്ചില്ലെങ്കിലും ദേഹത്തിട്ട് തയ്ച്ച പോലെ ഇറങ്ങിപ്പിടിച്ചൊരു ഷർട്ടും കൂളിംഗ് ഗ്ലാസും ഒക്കെ വെച്ച് സിനിമാ സ്റ്റൈലില് ചെത്തി നടക്കല്ലേ. കുളിയില്ലെങ്കിൽ എന്താ, കോണാമ്പരപ്പുറത്തല്ലേ? സാറേ,
സാർ എന്റെ സീനിയർ ആയതുകൊണ്ട് പൈപ്പിൻ ചോട്ടിലെ പെണ്ണുങ്ങളെ പോലെ സാർ എന്ത് വിളിച്ചു പറഞ്ഞാലും ഞാനത് കേൾക്കണം. അതാണല്ലോ പ്രോട്ടോകോൾ പ്രകാരം ശരി. ഈ സസ്പെൻഷനിലൊന്നും ഒരു കാര്യമില്ല സാറേ. പണി പോയാലും ആനടി പച്ചരി മേടിക്കും. നല്ല തറവാട്ടി പറഞ്ഞ അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഈ സോമനോടൊരു ഡയലോഗ് പറഞ്ഞോട്ടെ. താൻ പറയടോ. സോമണ്ണ അറിയാവല്ലോ ആന്റണിയെ, ഞാനെല്ലാം ഒന്ന് മുടക്കി വെച്ചതാ. എന്നെ കൊണ്ട് വീണ്ടും പണി എടുപ്പിക്കരുത്. ഓ അത് പണ്ടത്തെ കഥ. പക്ഷെ ആ തായമ്പ് ഇപ്പൊ തപ്പി നോക്കിയാ കാണോ പറയൂ സാറേ? എവിടുന്ന് ആന്റണി, തന്നെ കൊണ്ട് പറ്റുന്ന പണി വല്ലതും നോക്ക്. സാറേ സാർ അങ്ങനെ പറയരുത്. ഈ ബീംബായി കിണാപ്പിനെ പിടിക്കാൻ ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ പോയത്. എന്നിട്ട് പഴി മുഴുവൻ എനിക്ക്. ആന്റണിക്ക് ബീംബായെ പിടിക്കാൻ പ്ലാൻ വരക്കലും സാറ്റ് കളിയൊന്നും വേണ്ട. അവൻ ഏത് മുന്നത്തിൽ പോയി വിളിച്ചാലും ശരി, പിടിക്കണമെന്ന് വിചാരിച്ചാൽ ഈ ആന്റണി പിടിച്ചോണ്ടൊന്ന് സാറിന്റെ മുന്നിലിട്ട് തരും. അന്ന് തരുമല്ലോ സാറിന്റെ വിഷമം ഈ സോമന്റെ കഴപ്പും. മതി മതി, അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലോ. ആന്റണി ചെല്ലേ. നേരെ സാറേ, സമയം ഒരുപാടായി. ഞാൻ ചെന്നില്ലെങ്കിൽ വൈഫും മോനും ഉറങ്ങിയല്ലേ, വെയിറ്റ് ചെയ്യും. സോമന വേഗം വീട്ടിലേക്ക് ചെല്ല്, ലേറ്റ് ആക്കണ്ട. അപ്പൊ സാറേ ഗുഡ് നൈറ്റ്. രാത്രി യാത്രയില്ല, പോയിട്ട് വരാം. അപ്പോ വരണം. ഇനി അതും പറഞ്ഞു പറ്റിക്കരുത്. നിന്റെ വീട്ടിലേക്കോ? അയ്യേ, ഞാനാ ടൈപ്പല്ല. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. സോമാ, കുന്തം, ഈ തുണിയെല്ലാം കൂടെ ഞാൻ എടുത്ത് കത്തിക്കും. ആവശ്യമുള്ളോട്ട് കാണുകയില്ല. അതെ, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ടോയ്സ് എവിടെയെങ്കിലും ഒതുക്കി വെക്കണമെന്ന്? ടോയ്സ് അവിടെ ഇവിടെ ഇടത്തുനിന്ന് മമ്മി അറിഞ്ഞോണ്ടല്ലേ ഞാൻ അതൊക്കെ തലമാരി വെച്ചത്. അതിന് അലമാരിയിലാണ് ഇതൊക്കെ വെക്കേണ്ടത്. പിന്നെ അടുപ്പിലാണ് ടോയ്സ് വെക്കേണ്ടത്. ആ, എന്ത് പറഞ്ഞാലും ഉണ്ട് അവനൊരു തർക്കുത്തരം. ചെറിയപൊട്ടന്മാരുണ്ടോ അവിടെ? ഈ ടി വി ഞാൻ ഇന്ന് തല്ലി പൊളിച്ച് കളയും. നിനക്ക് സ്കൂളിൽ പോണ്ടേ? പോയി ബ്രഷ് ചെയ്യടാ. ഇതിന്റെ ഒരു കുറവ് കൂടി ഉണ്ടായിരുന്നുള്ളൂ. എടുത്തു വെച്ചിരിക്കുന്നത് കണ്ടാലേ വിശിഷ്ട സേവനത്തിന് പ്രസിഡന്റ് കൊടുത്ത സർട്ടിഫിക്കറ്റ് ആണെന്ന് തോന്നും. മനുഷ്യരെ നാണം കെടുത്ത ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട്. പൊട്ടട്ടെ, എല്ലാം പൊട്ടട്ടെ, നശിക്കട്ടെ. എനിക്ക് വയ്യ ഇത് തൂത്തുവാരൻ. ഡാഡി മോനും കൂടെ വാരി കളഞ്ഞാ മതി. അല്ല, ഞാനിത് ആരോടെ പറയുന്നേ? ഉറങ്ങുന്നവരെ ഉണർത്താം, ഉറക്കം അഭിനയിക്കുന്നവരെ ഉണർത്താൻ പറ്റില്ലല്ലോ. എന്റെ കൈ അനങ്ങിയില്ലെങ്കിലേ ലോകാവസാനം വരെ ഈ കുപ്പിച്ചില് ഇവിടെ കിടക്കത്തേ ഉള്ളൂ. ഉറങ്ങ, ഇവിടെ ബാക്കിയുള്ളവരുടെ കൈ മുറിഞ്ഞാൽ എന്താ, കാലൊടിഞ്ഞാൽ എന്താ, തല പൊളിഞ്ഞാൽ എന്താ?